ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിയാലിബിൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കൂടി നെസ്റ്റോയിൽ പോയിട്ട് നമുക്കിവിടെ ഒരു കെ മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളുണ്ട്. അവിടെയാണ് കേട്ടോ നെസ്റ്റോ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ റിസോർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ പോയി കുറേ അലഞ്ഞ് കുറേ സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാങ്ങുന്നില്ല, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ റിസോർട്ടിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. പക്ഷേ അതിന് മുമ്പേ നമ്മൾ സാധനങ്ങളൊക്കെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങാമല്ലോ. അപ്പോൾ നമ്മൾ കുറേ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നത്. പിന്നെ നമുക്ക് കെറ്റിൽ നോക്കണമായിരുന്നു, അതേപോലെ തന്നെ കുക്കറ്, അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. പിന്നെ അതും ഒക്കെ നോക്കി നമ്മൾ കുറേ പിന്നെ വെറുതെ അലയാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മാളിലൊക്കെ വന്നിട്ട് നെസ്റ്റോയിലൊക്കെ വന്ന് വെറുതെ അലയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ മറ്റേ ദോശേൻ്റെ ഇതില്ലേ, മറ്റേ നോൺ സ്റ്റിക്ക് പാന്, അപ്പോൾ അതും അതും കൂടി വാങ്ങാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കി നമുക്ക് നല്ലതുണ്ടോ അങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ കുറച്ച് വലിയ ദോശ ചുടാൻ പറ്റുന്ന രീതിയിലുള്ള പാനാണ് കേട്ടോ നമ്മൾ നോക്കിയത്. പല പാനുണ്ട്, ഫ്രൈ പാൻ, അങ്ങനത്തെ കുറേ പാനുണ്ട്. പിന്നെ കുക്കറ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എൻ്റെ സൗണ്ട് തീരെ ശരിയായിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചന്തയ്ക്കും കൂടി പോയപ്പോൾ ചന്ത മീൻസ് കാർണിവലില്ലേ, കാർണിവലിനും കൂടി പോയപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമായി സൗണ്ടിന്. എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഇതാട്ടോ. കുറേ ഇങ്ങനത്തെ പാവക്കുട്ടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏട്ടൻ പോകുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് ഇതെൻ്റെ വെറും പട്ടി ഷോ ആണ് ഗൈസ്. സ്വയം സെൽഫി വീഡിയോ എടുത്തിട്ട് തൃപ്തിയാവുക, അതാണ് എൻ്റെ ഇത്. സൗണ്ട് തീരെ പോയി കിടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വർത്തമാനം പറയുമ്പോൾ അടഞ്ഞ് പോകുന്നുണ്ടേ. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ ഏട്ടനോട് ഇത് വാങ്ങുവേട്ടാ വെറുതെ ചോദിക്കുന്നതാണ്. ഇതൊന്നും എനിക്കും വേണ്ട, ഏട്ടനും വേണ്ട. അപ്പോൾ വെറുതെ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനോട് ഇതെങ്ങനെയുണ്ട്, ഇത് അടിപൊളിയല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓരോരോ പാക്കറ്റ് എടുത്ത് കാണിക്കുന്നതാണ്. സത്യത്തിൽ നമ്മൾ ഇതൊന്നും വാങ്ങിയില്ല, ആകെപ്പാടെ വാങ്ങിയത് അവിടെ കയറിയിട്ട് കുറച്ച് മീനും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെയാട്ടോ നമ്മൾ വാങ്ങിയത്. ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്നതൊന്നും കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു മീൻ വാങ്ങിയിട്ടാ, മറ്റേ കഷ്ണം മീൻ ഉണ്ടാവില്ലേ, അതിൻ്റെ പേര് ശരിക്കും കട്ട് ചെയ്ത് തരുന്ന ആ മീനാട്ടോ വാങ്ങിയത്. ഇങ്ങനെ അറ്റത്തുള്ളൊരു മീനാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ മീൻ അങ്ങനെയാണെന്ന് തോന്നുന്നു വാങ്ങിയത്, എനിക്ക് ഓർമ്മയില്ല, അന്ന് വാങ്ങിയതല്ലേ. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൻസിലേക്ക് വന്നിട്ടാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നാദാപുരത്തേക്ക് വന്നേ. റിസോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റേ ആർട്ടിഫിഷ്യൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ കണ്ടേ. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഭയങ്കര റേറ്റാണെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ്, വിചാരിക്കാത്ത റേറ്റാണ്. മുള പോലത്തെ ഒരു സൈസിനായിരിക്കും അല്ലേ? പിന്നെ നനക്കും ഒന്നും വേണ്ടല്ലോ, പല കാലം കിടക്കും. മനസ്സിലായി. ഇതിലെത്രയാ? ഞാൻ പറഞ്ഞ ഇതെടുക്കാനോ ചേച്ചി? ഒരു വലിയ പൂജ സെറ്റ് ചെയ്യുന്നില്ല, ഇതെവിടെ സെറ്റ് ചെയ്തതാ?
റൂമിൽ ഉം, ഉം, ഉം. ഡെക്കോറെ കൊടുക്കുക വാങ്ങിയില്ല ഉം. അത് വീഡിയോ ശരിക്കും നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏത് വാങ്ങണമെന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളാണ്, പക്ഷെ ഭയങ്കര റേറ്റാണ്. ഒരു പക്ഷേ ഇത്ര റേറ്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ ഇതേ സാധനം ഓൺലൈനിൽ നമ്മൾ നോക്കിയപ്പോൾ നല്ല കുറവാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയത്. ഇവിടുന്ന് കണ്ട പലതും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര റേറ്റാണ്, കാരണം അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾ പിന്നെയും പിന്നെയും റിസോർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും നമുക്ക് താങ്ങാനാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങാം അങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാക്കി. പിന്നെ വെച്ചാൽ എനിക്കിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഏട്ടനോട് ഇത് വാങ്ങും ഏട്ടാ, ഇത് വാങ്ങാം, ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ അവിടുന്ന് ഓരോന്നിനും വില ചോദിക്കുന്നിട്ട് ഏട്ടൻ എന്നെ വേഗം അവിടുന്ന് കൂട്ടി പോകുന്നിട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവിടെ നിൽപ്പിച്ചാൽ ഏട്ടന് പണി കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബായ്.